ഹലോ, ഇന്ന് നമുക്ക് ഒരു 20 പേർക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്താലോ? അതും 1.5 കിലോ ചിക്കൻ കൊണ്ട് തേങ്ങ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഒരു തുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂൺ ജീരകവും വലിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നല്ലോണം വഴന്ന് വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിയതാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 3 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടികൾ നല്ലോണം വഴന്നതിന് ശേഷം 3 തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു 1/2 കിലോ ചിരങ്ങ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ ചിരങ്ങ ചിക്കൻ കറിയിൽ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പാകത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. ചിരങ്ങയിലും ഉള്ളിയിലും മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വന്നതിന് ശേഷം നമുക്ക് മേലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.